അരുണിന്റെ അച്ഛൻ വേണുമെന്നെ ശേഖരേട്ടൻ അറിയില്ലേ? ഡൽഹിയിൽ നിന്ന് അയാളുടെ പൊസിഷൻ എന്താ? ഇത്രയും കാലം അവിടെ ഉദ്യോഗത്തിലിരുന്നിട്ട് മോശമല്ലാത്ത റെപ്യൂട്ടേഷൻ അവിടുത്തെ മലയാളീസിന്റെ ഇടയിൽ ഞങ്ങൾക്കും ഉണ്ടല്ലോ. എല്ലാം ഇവളൊരുത്തി കാരണം നശിച്ചു എന്ന് പറയാം. ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയാതെ ഞാനും ചേട്ടനും ഒളിക്കുക. എല്ലാവർക്കും ചോദിക്കാൻ ഈ ഒരു വിഷയമേ ഉള്ളതാനും. അവളൊരു കൊച്ചുകുട്ടിയല്ല. സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവൾക്ക് അവളുടേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. എന്ത് കാഴ്ചപ്പാട്? പിടിച്ചു വലിച്ചുകൊണ്ടായി കല്യാണം നടത്താൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. നീ അവളോട് സംസാരിച്ചോ? എങ്ങനെയാ സംസാരിക്കുന്നത്? ഞങ്ങളെ കണ്ടപ്പോഴേ ചതുർത്തി കണ്ട പോലല്ലേ മുഖം ഇരിക്കുന്നത്. ചെറുപ്പം തൊട്ടേ അവൾ പ്രോബ്ലം ചൈൽഡ് ആയിരുന്നു. അങ്ങനെ പറയരുതില്ലേ? അവളുടെ മനസ്സ് ശരിക്കും വേദനിക്കുന്നുണ്ട്. അത് നമ്മൾ കാണണ്ടേ? രാധയെടുത്തേ, പുറത്തു നിന്ന് കമന്റ്സ് പറയാൻ ആർക്കും എളുപ്പമാണ്. ഒരു കുഞ്ഞിനെ പെറ്റു വളർത്തിയെടുക്കുന്നവർക്കേ അതിന്റെ വേദനയും പ്രയാസമൊക്കെ മനസ്സിലാവും. ഹലോ, എന്താ പക്ഷെ മഴ പെയ്യുന്നൊന്നും അറിയുന്നില്ലേ? എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനിയും ഓടിപ്പോകാൻ എനിക്കൊരിടമില്ല. എന്റെ ചെങ്ങാതി താനിങ്ങനെ ഡെസ്പാണ്ട കാര്യമൊന്നുമില്ല. തന്റെ മനസാക്ഷിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും താൻ ചെയ്യാൻ പോണില്ല. ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ബോധ്യമാവുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ശക്തമായ ഒരു കാരണം കണ്ടുപിടിക്കുക, എന്നിട്ട് അത് അടിവരായിട്ട് അങ്ങ് പറഞ്ഞേക്ക്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോ ഞാൻ എന്ത് പറഞ്ഞും ഒരറ്റംപ്റ്റ് കൂടി നടത്തും. പക്ഷേ ഒന്നും കേൾക്കാനുള്ള മനസ്സ് അവർക്ക് രണ്ടുപേർക്കും ഇല്ല. ശിവൻ, എന്നാ പിന്നെ അട്ടയാക്കി രണ്ടിലൊന്നറിയാൻ ശിവൻ ഇവിടെ ഉണ്ട്. അത് മനസ്സിൽ വെച്ചേക്ക്. എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. ലക്ഷ്മിയെ കൊണ്ട് വായിപ്പിച്ചതാ. എല്ലാം മറക്കാൻ ഞാൻ പറയില്ല. ഓർമ്മ വേണം. അതായിരിക്കണം ജീവിക്കാനുള്ള ശക്തി. കണ്ണന് വേണ്ടി ജീവിക്കണം. നിന്റെ വയറ്റിൽ വളരുന്നവന്റെ കുഞ്ഞിന് വേണ്ടി. രാജപ്പൻ പറഞ്ഞു, കണ്ണൻ നിന്നെ ഏൽപ്പിച്ചു പോയ കുരുന്ന ജീവനെ നീ വളർത്തി വലുതാക്കണ്ടേ? എന്നാലല്ലേ അവന്റെ ആത്മാവിന് മോക്ഷം കിട്ടും. അവളുടെ അഹങ്കാരം വേറൊന്നുമല്ല. ഇത്രയും നാൾ ഇവിടെ കഴിഞ്ഞ സ്ഥിതിക്ക് ശേഖരേട്ടൻ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എനിക്കറിയാം, കുഴപ്പം എൻ്റേത് തന്നെയാണ്. ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തി അതിൻ്റെയായി കാണിക്കുന്നത്. ഒരു പരിധി വരെ ഞാൻ സഹിക്കും. പിന്നെ എൻ്റെ സ്വഭാവം എന്താണെന്ന് അവൾക്കറിയാം. ശേഖരേട്ടൻ അവനെ കണ്ടില്ലേ? അരുണിനെ. എന്താ അവനൊരു കുറവ് പറയാൻ? ഒന്നും വേണ്ട. എന്ത് കാര്യത്തിന് അവിടെ നൂറുകൂട്ടം കാര്യങ്ങളും വിട്ട് ഞങ്ങളുടെ കൂടെ അവൻ പോകുന്നത്? ഞങ്ങളെ തനിച്ച് യാത്ര ചെയ്യാൻ വിടില്ലെന്ന് പറഞ്ഞാ കൂടെ കയറിയത്. ഞങ്ങൾക്കൊരു മോന്റെ കുറവാ അവൻ തീർക്കുന്നത്. മകന്റെ കുറവ് തീർക്കാന്ന് പറയുന്നത് മകള് നഷ്ടപ്പെട്ടുകൊണ്ടാവണോ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലല്ലേ? ആരായാൾ? അത് ശിവൻ. ശിവൻ അറിയില്ലേ? പിന്നെ SK നായർ IAS, സെൻട്രൽ സെക്രട്ടേറിയറ്റ് കൊമ്പത്ത് ജോലി. ശിവൻ വരും. മേജർ സാർ, എനിക്ക് SK അദ്ദേഹത്തോടൊന്ന് സംസാരിക്കുന്നുണ്ട്. കുഴപ്പമില്ലോ? അല്ല, കുഴപ്പമുണ്ടെങ്കിലും സംസാരിക്കാതിരിക്കാൻ നോക്കുകയല്ലോ. ചരിത്രം പരിശോധിച്ചാൽ സത്യം പറഞ്ഞവർക്കും വഴികാട്ടികൾക്കും വെടിയുണ്ടും കുരിശുമാണ് ഫലം. പക്ഷേ എന്നെ പോലെ ഒരു മനുഷ്യസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിഷയത്തിൽ നടന്നു പോകുന്നല്ലോ. അപ്പൊ SK ജി, നമ്മൾ എന്താ സംസാരിച്ചു വന്നേ? സംസാരിച്ചു വന്നില്ല, സംസാരിക്കാൻ പോകുന്നത്. പ്രായവും പക്വതയുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛനെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? മാതാപിതാക്കൾ ചേച്ചിയോട് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് അച്ഛനും അമ്മയും മക്കളുടെ ജീവിതത്തിന്റെ ഉടമസ്ഥന്മാരല്ല, കുറച്ചു കാലത്തെ സൂക്ഷിപ്പേർ മാത്രമാണ്. നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാം, അല്ലാതെ പറയുന്നത് പോലെ നടക്കണം എന്ന് ആജ്ഞാപിക്കരുത്. മിസ്റ്റർ, താൻ ആരാണിതൊക്കെ പറയാനെന്നായിരിക്കും. ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമാണ്, അല്ലെങ്കിൽ ഞാൻ അനിതയുടെ ഒരു ഫ്രണ്ടാണ്. ഒന്നുമില്ല, ഞാനൊരു മലയാളിയല്ലേ സാർ. ശിവൻ, എന്നെ തടയരുത്. ഇപ്പൊ വരുന്ന ഒരു ഫ്ലോയിൽ എനിക്ക് ഇതൊക്കെ പറയാൻ പറ്റും. അപ്പൊ മിസ്റ്റർ SK, നിങ്ങൾ എന്തിനാ ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നത്? ഏയ്, നിങ്ങൾ അതിര് കടക്കുന്നു. ആവശ്യമില്ലാത്ത സബ്ജക്റ്റിലാണ് നിങ്ങൾ ഇടപെടുന്നത്. ഈ മുതിർന്നവർ സംസാരിക്കുമ്പോൾ കൊച്ചുകുട്ടികളുടെ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു പാവം പെൺകുട്ടിയുടെ ലൈഫ് ഇട്ടാണ് നിങ്ങൾ പന്ത് കളിക്കുന്നത്. അത് പൊറുക്കാവുന്ന ഒരു തെറ്റല്ല. ഇയാളോട് പുറത്തു പോകാൻ പറയണം. എടാ കൊച്ചനെ, നിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി എനിക്കറിയാം. വടിയെടുത്ത് കൈ തന്നിട്ട് അടിക്കാൻ പറയല്ലേ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ശിവൻ മാറും. നിങ്ങൾ കുടിച്ചിട്ട് വന്ന അനാവശ്യം പറയാണ്. ഡോണ്ട് യു ഹാവ് മാനേഴ്സ്? കൾച്ചർ? കൾച്ചർ? വാട്ട് യു മീൻ ബൈ കൾച്ചർ? കോട്ടും സൂട്ടും ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാടൻ തുറയുടേത് സംസ്കാരമല്ല, അത് പരിഷ്കാരമാണ്. യു അണ്ടർസ്റ്റാൻഡ്? ശേഖരേട്ടാ, നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ്. എവനോരുത്തം കുടിച്ചു വന്ന് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളത് നോക്കി നിന്ന് ആസ്വദിക്കുക.
ഇത് നിങ്ങളുടെ വീടായി പോയി. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക. അല്ല മേജർ സാർ, ഞാൻ ഡീസന്റ് ആയിട്ടല്ലേ കൈകാര്യം ചെയ്തത്. ഓറായോ? പിന്നല്ലാതെ അയാൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? എനിക്ക് എന്തിന്റെ അസുഖ ശിവ? അല്ല, ഞാനൊരു സതുദ്ദേശത്തിന്റെ പേരിൽ. സതുദ്ദേശം? രാധമേ, പോയി വിളിക്ക്. വഴക്കിട്ട് അത്താഴപ്പട്ടിന് കിടന്ന കളി രണ്ടും. അല്ല, ഏൽക്കില്ലേ? എന്ത് തോന്നുന്നു? ഏറ്റിട്ടുണ്ട്, പക്ഷെ ഫലം ഓപ്പോസിറ്റ് ആയിരിക്കും. ആണോ? എന്നാലേ ഒരു തുള്ളി കൂടെ വീഴ്ചിട്ട് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് സംസാരിച്ചാലോ? അയ്യോ, ഡബിൾ ചളമാവും. പറയാൻ ഉദ്ദേശിച്ച പല ഡയലോഗ്സും വിട്ടുപോയി. അതും കൂടെ കാച്ചിരുന്നെങ്കിലേ ഞാൻ ആ ഒറ്റ ഒന്നുകൂടെ വിട്ടിട്ട് ഡിമ്മഞ്ഞു വരാം. എന്നെ നാളെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം നിർബന്ധമാണോ ശിവന്? ചേ, കുളമായോ? സ്മോൾ അടിച്ചാൽ അതും കുഴപ്പം, അടിച്ചില്ലേ പുല്ല് നാക്കിലൊന്നും വരികയില്ല. ചേ, ഇത് വെച്ചോ. പിന്നെ ഞാൻ ആ ഹോട്ടൽ ഗ്രീൻസിലെ ജെയിംസിനോട് നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പണിയവൻ ശരിയാക്കി തരാതിരിക്കില്ല. പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു പോകാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ. വേറൊന്നുമില്ലല്ലോ, ഞാൻ പോട്ടെ. ഞാനുണ്ട് മേജർ സാറിന്റെ വീട്ടിലേക്ക്. എനിക്ക് കോഴി എടുക്കണം. പെണ്ണിനിപ്പോ തകർത്ത കച്ചവടമല്ലേ. നമ്മളിപ്പോ ഓർഡർ പിടിക്കാൻ കണ്ട ഹോട്ടലിൽ അടുക്കള ഇറങ്ങുക. കേറ്. ആ, കാപ്പി വേണമാ ഗ്ലൂക്കോസ് വേണമോ? ഒന്നും വേണ്ട. என்னடா முத்து, இங்க பாருடா, உனக்கு லட்சுமிக்கு சண்டையா? உங்களை இப்ப ஒன்னா பார்க்க முடியலையே. சண்டை നിങ്ങൾക്ക് എന്താ? രാജപ്പാ, ശിവണ്ണനെ பார்த்தா அந்த பொண்ணுக்கு ஒரு கிறுகிறுப்பு. அதை நீ கவனிச்சிருக்க? അതിനെന്താ, ഒരു മിന്നു കെട്ടാൻ പുള്ളി തയ്യാറായാൽ അവക്കും കുടുംബത്തിനും നല്ലതല്ലേ? அப்படியாவது அவர் இந்த ஊர்ல இருக்கட்டும், அது நமக்கு நல்லது. ഞാനിവിടെ ഹോളിഡേ ആഘോഷിക്കാൻ വന്നതല്ല. ഒന്ന് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരല്ലേ? പറ്റില്ല ശേരേട്ടാ, രണ്ടുപേർക്ക് ലീവ് ഉണ്ടായിട്ടല്ല, ഇതുപോലൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വന്നേ ഉള്ളൂ. കൂടെ കൂട്ടി ചെന്നാലേ ഇവളായിട്ടുണ്ടാക്കിയ നാണക്കേട് മാറിക്കിട്ടു. ഇപ്പൊ കൂടെ വരാൻ ഡാഡി എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് കഴിയില്ല. നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? നിന്നെയും കൊണ്ടുപോയാൻ പോകൂ. ഡാഡി വെറുതെ വാശി പിടിക്കരുത്. എന്താടി, ആരുടെ വാശിയെ ജയിക്കാൻ പോകുന്നെന്ന് നിനക്ക് കാണണോ? അനിമോളെ, ബഹളം വെച്ച് പുറത്തുള്ളവരെ കൂടെ അറിയിക്കണം. എന്തായി? കുഴപ്പാ, അവസാനത്തെ ആയുധം പ്രയോഗിക്കട്ടെ. അതിന് സമയമായൊന്ന് രണ്ടു വട്ടം ചിന്തിക്കണം. കറക്റ്റ് ടൈമിലെ കാച്ചാവും. കാച്ചിയെ കാച്ച പോലെ ഇരിക്കണം. ആട്ടെ, എന്തായി തുറപ്പിച്ചിട്ട്? ഉണ്ട്. എടാ ചെറുക്ക, നീ എന്താ ഇവിടെ? ഞാൻ കാത്തുക്കായിരുന്നു നിന്നെ കാണാൻ. എന്താ? നിക്കേ, എനിക്കിന്നോട് സംസാരിക്കാനുണ്ട്. നിനക്ക് അയാൾ ഇഷ്ടാ, ആ ശിവനെ? അയാൾക്ക് തിരിച്ചോ? അതും എന്ന് അയാൾ പറഞ്ഞോ? ഇല്ല, ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ആ, എന്നാണത് പറയില്ല. അഥവാ പറഞ്ഞാൽ തന്നെ അത് കള്ളായിരിക്കും. ആ മേജർ സാറിന്റെ മകളും അയാൾ തമ്മിൽ ഇഷ്ടാ. എന്നിട്ട് നിന്നോട് ഇഷ്ടം കാണിക്കുകയാണെങ്കിലേ അത് ചതിക്കാനാ. എടാ, നാക്ക് പുഴുത്തു പോകുന്നിന്റെ. കള്ളം കള്ളം പറയാ. എടി പെണ്ണെ, കുട്ടിക്കാലത്ത് ആരോ കളി പറഞ്ഞ എന്റെ കാതിൽ ഇപ്പോഴുണ്ട്. മുത്തുവിന്റെ പെണ്ണ ലക്ഷ്മിന്ന്. വളർന്നോടൊപ്പം അതെന്റെ മനസ്സിൽ ഉറച്ചുപോയി. പറ, എന്റെ പെണ്ണല്ലേ നീ? എന്റെ മാത്രം. പോടാ, കള്ളം പറഞ്ഞ എന്നെ ആ മനുഷ്യൻ നിന്ന് അകറ്റാൻ നോക്കല്ലേ? നീ അതെല്ലാം സത്യമാണേലും നിന്റെ കൂടെ പൊറുക്കാനൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഒരിക്കലും അത് ഉണ്ടാവില്ല, സത്യം. എടീ, എത്രയോ മോഹിപ്പിച്ചിട്ട് നിന്നെ ഞാൻ വിടില്ലേടി. എടോ നീ എനിക്കിഷ്ടാ ഒരുപാട് ഒരുപാട്. എന്റെ പെണ്ണാ നീ, എന്റെ മാത്രം.
ലക്ഷ്മി, Ha 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 ha!